നിങ്ങളൊരു EV ചാർജ് സ്റ്റേഷൻ തുടങ്ങാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് സ്റ്റേഷൻ തുടങ്ങാൻ പറ്റിയ ടൈമാണിത്. ഈ വരുന്ന ഫെബ്രുവരി 15-നുള്ളിൽ നിങ്ങൾ ചാർജ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മാർച്ച് 31-നുള്ളിൽ നിങ്ങളുടെ മെഷീൻ്റെ കോസ്റ്റിൻ്റെ 25% നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന എൻക്വയറിയാണ് EV ചാർജ് സ്റ്റേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ EV ചാർജ് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ EV ചാർജ് സ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചാർജ് സ്റ്റേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് അനേർട്ടിൽ നിന്ന് നമുക്കൊരു സബ്സിഡി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെഷീൻ്റെ 25%-ഓളമാണ് നമുക്ക് സബ്സിഡി എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു സിംഗിൾ ഗണ്ണുള്ള ഒരു മെഷീനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 25% ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 15-നുള്ളിൽ നിങ്ങൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ മാർച്ച് 31 ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എമൗണ്ട് സബ്സിഡി ആയിട്ട് കിട്ടും. അതിനുശേഷമാണ് ഈ പറയുന്ന നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്സിഡി എമൗണ്ട് കിട്ടാൻ അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡോളം ആവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 1.25 ലക്ഷം രൂപയോളം അത്രയും നാൾ ഹോൾഡായി അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ലോൺ എടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചാർജ് സ്റ്റേഷൻ തുടങ്ങുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫെബ്രുവരി 15-നുള്ളിൽ നിങ്ങളുടെ ചാർജ് സ്റ്റേഷൻ കമ്മീഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉടനെ തന്നെ ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെഷീൻ്റെ 25% നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു മെഷീനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു യൂണിറ്റിന് ഏകദേശം 9 രൂപയോളം ലാഭം കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഏകദേശം 100 യൂണിറ്റ് കൺസപ്ഷൻ ഉള്ളൊരു സ്റ്റേഷൻ ആണെങ്കിൽ ഒരു മാസം ഏകദേശം 3000 യൂണിറ്റ് കൺസപ്ഷൻ 9 രൂപ വെച്ച് നമുക്ക് ഏകദേശം 27,000 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ എല്ലാം നമുക്ക് കിട്ടിയ പുറത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞിപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഏകദേശം 3.5 ലക്ഷം രൂപയോളം ഒരു വർഷം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളൊരു സിംഗിൾ ഗണ്ണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2.5 കൊല്ലം കൊണ്ട് നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശേഷം അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തന്നെയാണ് ഈ പറഞ്ഞ EV ചാർജ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ EV ചാർജ് സ്റ്റേഷൻസിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ താഴെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് സ്റ്റേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് EV റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ചെയ്തിരുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഫെബ്രുവരി 15-നുള്ളിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് പെട്ടെന്ന് തന്നെ സബ്സിഡി കിട്ടുന്നതായിരിക്കും. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.